അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 21 ഞായറാഴ്ച. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും രാജ്യത്ത് യാതൊരു സുരക്ഷാ കവചവുമില്ലെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യവുമായും അറിയാനുള്ള അവകാശവുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സഹായം തേടി എഡിറ്റേഴ്സ് ഗിൽഡ് അയച്ച കത്തിലാണ് ഈ പരാമർശം. അച്ചടി, ദൃശ്യ, ഡിജിറ്റൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള പല നടപടികളും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുവെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന മലപ്പുറം പാണ്ടിക്കാട് പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി സ്വദേശിയായ 14-കാരനെ നിപ്പ സ്ഥിരീകരിച്ചു. കോഴിക്കോട് വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനയിലുമാണ് നിപ്പ സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. ബന്ധുക്കൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മലപ്പുറത്തെ നിപ്പ രോഗിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരൻ ബ്രൈറ്റ് ട്യൂഷൻ സെന്റർ പാണ്ടിക്കാട്, ഡോക്ടർ വിജയൻസ് ക്ലിനിക്, PKM ഹോസ്പിറ്റൽ പീഡിയാട്രിക് OP, മൗലാന ഹോസ്പിറ്റൽ എമർജൻസി ICU എന്നിവിടങ്ങളിൽ ജൂലൈ 11 മുതൽ 15 വരെയുള്ള തീയതികളിൽ സന്ദർശിച്ചിട്ടുണ്ട്. സ്ഥലങ്ങളിൽ ആ സമയത്ത് ഉണ്ടായിരുന്നവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്ന് ആരോഗ്യമന്ത്രി അഭ്യർത്ഥിച്ചു. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 214 പേരാണുള്ളത്. ഇതിൽ അടുത്തിടപഴകിയ 60 പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത്. ഹൈറിസ്ക് വിഭാഗത്തിലുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ പരിശോധിക്കും. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരനെ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആനക്കയം, പാണ്ടിക്കാട് എന്നീ പഞ്ചായത്തുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. മലപ്പുറം ജില്ലയിലുള്ളവർ എല്ലാവരും മാസ്ക് ധരിക്കണം. ആൾക്കൂട്ടം ഒഴിവാക്കണം. കടകൾ രാവിലെ 10 മുതൽ 5 മണി വരെ മാത്രമേ പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ. മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികൾക്ക് ആൾക്കൂട്ടം ഒഴിവാക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. കർണാടകയിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനെ ഇന്നലെയും കണ്ടെത്താനായില്ല. മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്നലത്തെ രക്ഷാപ്രവർത്തനം വൈകിട്ടോടെ നിർത്തുകയായിരുന്നു. മഴ കനത്തു പെയ്തതോടെ ഇനിയും മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലത്തെ തിരച്ചിൽ നിർത്തിയത്. മണ്ണിടിഞ്ഞു വീണ റോഡിന്റെ നടുഭാഗത്തു നിന്ന് ലഭിച്ച സിഗ്നൽ പ്രകാരമാണ് അർജുന്റെ ലോറിക്കായുള്ള തിരച്ചിൽ തുടരുന്നത്. പാറയും മണ്ണും അല്ലാത്ത വസ്തുവിന്റെ സിഗ്നലാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത്. എന്നാൽ സിഗ്നൽ ലോറിയുടേതാണെന്ന് ഉറപ്പിക്കാനായിട്ടില്ലെന്നും 70% യന്ത്രഭാഗങ്ങൾ തന്നെ ആയിരിക്കാം എന്നുമാണ് റഡാർ സംഘം വ്യക്തമാക്കുന്നത്. സിഗ്നൽ ലഭിച്ച ഭാഗത്ത് കൂടുതൽ മണ്ണെടുത്ത് പരിശോധന ഇന്ന് നടത്തും. ലോറി ഡ്രൈവർ അർജുന് വേണ്ടിയുള്ള രക്ഷാദൌത്യത്തിന്റെ വേഗം കൂട്ടണമെന്ന് കുടുംബം. തിരച്ചിൽ കാര്യക്ഷമമാക്കണം. സൈന്യത്തെ ഇറക്കണം. നിലവിലെ സംവിധാനത്തിൽ വിശ്വാസം നഷ്ടമായെന്നും കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധരായി എത്തുന്നവർക്ക് അവസരം നൽകണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. അർജുന്റെ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടും രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ വിന്യസിക്കണമെന്ന് ആവശ്യപ്പെട്ടും ഭാര്യ കൃഷ്ണപ്രിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇമെയിൽ സന്ദേശം അയച്ചു. കർണാടകയിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുന്റെ രക്ഷാദൌത്യത്തിന് കരസേന ഇന്ന് സ്ഥലത്തെത്തും. ദിവസങ്ങൾ നീണ്ട തിരച്ചിലിന് ശേഷവും ഫലം കാണാത്തതിനാൽ കർണാടക സർക്കാർ ഒടുവിൽ സൈന്യത്തെ വിളിച്ചിരിക്കുകയാണ്. KC വേണുഗോപാൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി സംസാരിച്ചതിനനുസരിച്ച് കളക്ടറുടെ റിപ്പോർട്ട് സൈന്യത്തിന് കൈമാറി. അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് നടപടി. കർണാടക മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുന്റെ രക്ഷാപ്രവർത്തനത്തിനിടെ ലോറി ഉടമയും പോലീസും തമ്മിൽ വാക്കേറ്റം. രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയ ലോറി ഉടമ മനാഫിനെ പോലീസ് ഉദ്യോഗസ്ഥർ തള്ളിമാറ്റി. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരികയാണെന്ന് മനാഫ് പറഞ്ഞു. കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ മലയാളി ഡ്രൈവർ അർജുന്റെ രക്ഷാപ്രവർത്തനത്തിലേക്ക് സംസ്ഥാന മന്ത്രിമാർ എത്താതിരുന്നത് സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഒരു മലയാളിക്ക് ഇത്രയും വലിയ ദുരവസ്ഥ വന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടക സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ BJP ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു.
കർണാടക മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ കേരള സർക്കാരിനെ തീർത്തും കുറ്റം പറയാൻ കഴിയില്ലെന്നും കാരണം അത് നമ്മുടെ പരിധിയിലല്ലെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. എന്നാൽ രക്ഷാപ്രവർത്തനത്തിന് ദുരന്ത നിവാരണ സേനയെ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ലെന്ന് മനസ്സിലാകുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഒടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കേരള, ലക്ഷദ്വീപ് തീരങ്ങളിലും കർണാടക തീരത്തും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലകൾക്കും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. വിൻഡോസിനെ ബാധിച്ച ആന്റിവൈറസ് തകരാർ പൂർണ്ണമായും പരിഹരിക്കാൻ സമയമെടുക്കുമെന്ന് വിലയിരുത്തൽ. ക്രൗഡ് സ്ട്രൈക്ക് കമ്പനിയുടെ സുരക്ഷാ അപ്ഡേറ്റിലെ പിഴവാണ് ഇത്ര വലിയ പ്രതിസന്ധിക്ക് കാരണമായത്. പ്രശ്നം പരിഹരിച്ചെങ്കിലും മുഴുവൻ സിസ്റ്റങ്ങളുടെയും റീബൂട്ടിന് സമയമെടുക്കുമെന്ന് ക്രൗഡ് സ്ട്രൈക്ക് അധികൃതർ വ്യക്തമാക്കി. ലോകമാകെ സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള ഓഫീസുകൾ നിശ്ചലമായെങ്കിലും പ്രശ്നം കേരളത്തിലെ പൊതുമേഖലയെ ബാധിച്ചില്ലെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പ്രതിപക്ഷത്തെ തെറിവിളിക്കുന്നതല്ല പാർട്ടി സ്നേഹമെന്ന് CPM നേതാവ് ജി സുധാകരൻ. പ്രതിപക്ഷത്തോടുള്ള ബഹുമാനമാണ് പ്രധാനം. ഉമ്മൻചാണ്ടി ഏതോ സ്ത്രീയുടെ പേരിൽ ഒത്തിരി പഴികേട്ടു. താൻ ഒരു വാക്കും ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞിട്ടില്ല. ചുമ്മാ ചീത്ത പറയുന്നതാണോ പാർട്ടി സ്നേഹമെന്നും അങ്ങനെ ചീത്ത പറയുന്നിടത്ത് പുല്ലുപോലും മുളയ്ക്കില്ലെന്നും അവിടം നശിക്കുമെന്നും ജി സുധാകരൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ചികിത്സാ സഹായ പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ജി സുധാകരന്റെ രാമായണ തത്വചിന്തയെ സ്വാഗതം ചെയ്യുന്നതായി BJP. രാമായണത്തെക്കുറിച്ച് പത്രത്തിൽ മികച്ച ലേഖനമെഴുതിയ ജി സുധാകരനെ പിന്തുണയ്ക്കുന്നതായി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. രാമായണത്തെ ഇകഴ്ത്തി മാധ്യമം പത്രത്തിൽ വന്ന ലേഖനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ലേഖനമാണിതെന്നും ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ചികിത്സാ സഹായവും സൗജന്യ ചികിത്സാ പദ്ധതികളും ആവിഷ്കരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സ്വന്തം ചികിത്സ നടത്താൻ പണമില്ലായിരുന്നെന്ന് ശശി തരൂർ. അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാൻ AICC തയ്യാറായെങ്കിലും അമേരിക്കയിലെ ഭീമമായ സാമ്പത്തിക ചെലവ് ഭയന്ന് ചികിത്സ വേണ്ടെന്ന് വെച്ച് അദ്ദേഹം മടങ്ങിപ്പോരുകയായിരുന്നു. KPCCയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സോളാർ ആരോപണം നേരിട്ടപ്പോൾ ഉമ്മൻചാണ്ടിയെ ഇപ്പോൾ ദൈവത്തെ പോലെ കാണുന്നവരെന്നും കൂടെ ഉണ്ടായിരുന്നില്ലെന്ന് ഭാര്യ മറിയാമ്മ ഉമ്മൻ. സോളാർ കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് CBI അന്വേഷണം വേണമെന്നും മറിയാമ്മ ഉമ്മൻ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവും UDF കൺവീനറും പങ്കെടുത്ത പരിപാടിയിലാണ് മറിയാമ്മ ഉമ്മന്റെ ആവശ്യം. മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മന്ത്രി MP രാജേഷ് എഴുതിയ കത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാനത്ത് മാലിന്യ നീക്കവും സംസ്കരണവും കുറ്റമറ്റതാണെന്നും അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലെന്നുമാണ് അങ്ങ് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അവകാശവാദങ്ങളൊക്കെ തുറന്ന കത്തിലാക്കിയത് നന്നായി എന്നും അത് വായിച്ചവരാരും അങ്ങയുടെ പാർട്ടി പ്രവർത്തകർ പോലും അതൊക്കെ സമ്മതിച്ചു തരുമെന്ന് തോന്നുന്നില്ലെന്നും സതീശൻ കത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഏകദേശം 12,000-ലധികം ആളുകളാണ് പ്രതിദിനം പനി ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നത്. ആരോഗ്യവകുപ്പ് ആശങ്കപ്പെടേണ്ടതില്ല എന്ന വാക്കിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് വലിയ തോതിൽ ഡെങ്കിപ്പനിയും കോളറയും മഞ്ഞപ്പിത്തവും പടർന്നു പിടിക്കുന്നതെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്തെ? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും അത് അംഗീകരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറല്ലെന്നും 3ാം തവണ തോറ്റിട്ടും രാഹുൽ അഹങ്കരിക്കുകയാണെന്നും അമിത്ഷാ തുറന്നടിച്ചു. റാഞ്ചിയിൽ BJP സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിലാണ് ഷായുടെ പരാമർശം.
ജാർഖണ്ഡിലെ ജയമാം സർക്കാരാണ് ഏറ്റവും അഴിമതിയുള്ള സർക്കാരെന്നും ഇത്തവണ സംസ്ഥാനത്ത് BJP അധികാരത്തിലെത്തുമെന്നും അമിത്ഷാ പറഞ്ഞു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ 2ാം ടെർമിനലിൽ തീപിടുത്തം. എയർപോർട്ടിലെ അഗ്നിശമന സേനാ വിഭാഗം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ചെക്ക് ഇൻ നടപടികൾ 40 മിനിറ്റ് തടസ്സപ്പെട്ടു. നിലവിൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തിന് തടസ്സങ്ങളില്ലെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നിയമം ലംഘിക്കുന്നവരെ കണ്ടാലുടൻ വെടിവെക്കാൻ നിർദ്ദേശം. സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭത്തിൽ 123 പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിൽ സർക്കാർ നിശാനിയമം പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ സീനിയർ പുരുഷ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി സ്പാനിഷ് മുൻ താരമായ മനോളോ മാർക്കേസിനെ തെരഞ്ഞെടുത്തു. നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബായ FC ഗോവയുടെ മുഖ്യ പരിശീലക ചുമതല വഹിക്കുന്നുണ്ട് അദ്ദേഹം. 2024-25 സീസണിലും ഗോവയുടെ പരിശീലക സ്ഥാനത്ത് തുടരും. ഡൽഹിയിൽ ചേർന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് പുതിയ പരിശീലകനെ പ്രഖ്യാപിച്ചത്. അടുത്ത വർഷം പാകിസ്ഥാനിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹൈബ്രിഡ് മാതൃക പിന്തുടരില്ലെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യയെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരേണ്ടത് ICCയുടെ ചുമതലയാണെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ മൊഹ്സിൻ നഖ്വി ICCയെ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ. ജൂലൈ 26 ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ചൈനയുടെ യങ് ഹഹാവോ. ചൈനയുടെ സ്കേറ്റ് ബോർഡിംഗ് ടീമിലാണ് 11 വയസ്സ് മാത്രമുള്ള യങ് ഹഹാവോ മത്സരിക്കുന്നത്. അതേസമയം ഒളിമ്പിക്സിലെ എക്കാലത്തെയും പ്രായം കുറഞ്ഞ മത്സരാർത്ഥി ദിമിത്രിയോ ലോൺഡ്രാസ് ആണ്. 1896 ഒളിമ്പിക്സിൽ പങ്കെടുക്കുമ്പോൾ 10 വയസ്സും 218 ദിവസവുമായിരുന്നു ദിമിത്രിയോ ലോൺഡ്രാസിന്റെ പ്രായം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.